നിങ്ങളുടെ ഐഫോണിൽ ഈ പറയുന്ന ആക്ഷൻ ബട്ടൺ ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഓരോ ദിവസമുള്ള വലിയ വലിയ ടാസ്കുകൾ സിമ്പിൾ ക്ലിക്കിൽ ഈ പറഞ്ഞ ആക്ഷൻ ബട്ടണ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഐഫോൺ 15 Pro ഓർ ലേറ്ററിൽ ഈ പറഞ്ഞ ഒത്തന്റിക്കായ റിംഗർ അലേർട്ട് സ്വിച്ച് മാറ്റിക്കൊണ്ട് കടന്നു വന്ന ആക്ഷൻ ബട്ടൺ കുറേയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എസ്പെഷ്യലി ഈ പറഞ്ഞ 15 Pro ഓർ ലേറ്റർ യൂസേഴ്സിന് കുറേയധികം ടാസ്കുകൾ ചെയ്യാനുള്ള ഒരു ക്ലിക്കിങ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ കാലം ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ ആപ്പിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആക്ഷൻ ബട്ടണിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളി ആപ്പിളിൻ്റെ കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് വിപിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോകാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഒരു പുതിയ ഷോർട്ട് കട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ പേര് നമുക്ക് റിനെയിം ചെയ്യാം. ആക്ഷൻ ബട്ടൺ എന്ന് നമുക്ക് കൊടുക്കാം. ആക്ഷൻ ബട്ടൺ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഐക്കൺ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പുതിയ ഐക്കൺ ഇവിടെ ഈ ഒരു കാണുന്ന ഏതെങ്കിലും ഐക്കൺ കൊടുത്തു. ഞാൻ ഈ ഒരു ഐക്കൺ കൊടുക്കുകയാണ്. ഒബ്ജക്റ്റിൽ ഈ ഒരു ഐക്കൺ കൊടുത്തു, ഡൺ കൊടുത്തു. ആ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് നോക്കാം. മെനു എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ചധികം രണ്ട് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ചൂസ് ഫ്രം മെനു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. 1, 2 എന്ന നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഓൾറെഡി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് കളയാം. രണ്ടാമത്തെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ആഡ് ന്യൂ ഐറ്റം എന്ന് കണ്ടു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ അവിടെ നമുക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ സൈലൻ്റ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ സൈലൻ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുത്തു. അവിടെ ഞാൻ വാട്ടർ എന്ന് ടൈപ്പ് ചെയ്യാണ്. മൂന്നാമത്തെ ഞാനിപ്പോൾ കോൾ മാ എന്ന് സേവ് ചെയ്തു. എൻ്റെ അമ്മേനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഞാനിവിടെ സേവ് ചെയ്യാണ്. ഇവിടെ രണ്ടാമത്തെ കോൾ വാട്ടർ ലോഗ് ചെയ്തു. കോൾ മാ എന്ന് സേവ് ചെയ്തു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. കോൾ പപ്പ എന്ന് സെലക്ട് ചെയ്തു. നാലാമത്തത് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് ഞാൻ മ്യൂസിക് വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഷസാം എന്നും സേവ് ചെയ്യാണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ ഷസാം എന്നും സേവ് ചെയ്തു. ഇവിടെ 5 ഓപ്ഷൻസ് അല്ലെങ്കിൽ 5 ലിസ്റ്റ് ഓഫ് മെനു ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ഓപ്ഷൻസിൻ്റെയും താഴത്ത് വന്നിരിക്കുന്ന ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ഓരോ ഓപ്ഷൻസിൻ്റെ ആക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം നമുക്ക് സൈലൻറ്റ് എന്ന് സെർച്ച് ചെയ്യാം. സൈലൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് സൈലൻറ്റ് മോഡ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടേൺ സൈലൻറ്റ് മോഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ എടുക്കും. അതിനുശേഷം ഞാൻ ഇത് ആ ഒരു കറക്റ്റ് സൈലൻറ്റ് എന്ന മെനുവിൻ്റെ താഴത്താണ് ഞാനിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ സൈലൻറ്റ് മോഡ് ക്ലിക്ക് ചെയ്തു. ടേൺ ഓഫ് ആക്കിയിട്ട് ഞാൻ അത് നേരെ ഈ പറഞ്ഞ സൈലൻറ്റിൻ്റെ താഴത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർ എന്ന് പറയുന്നത് ഹെൽത്താണ്. ഞാനിവിടെ ഹെൽത്ത് എന്ന ഓപ്ഷൻ വന്നപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ മൂന്നാമത് കാണിക്കുന്ന ലോഗ് ഹെൽത്ത് സാമ്പിൾ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഹെൽത്ത് ടൈപ്പ് നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. കുറേയധികം ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ വാട്ടർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനിവിടെ വാട്ടർ എന്ന് സെലക്ട് ചെയ്തു. വാട്ടറിന് ടൈപ്പ് ചെയ്തപ്പോൾ അണ്ടർ വാട്ടർ ഡെപ്ത്, വാട്ടർ ടെമ്പറേച്ചർ, വാട്ടർ എന്നുണ്ട്. വാട്ടർ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്കിപ്പോൾ വാല്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ 150 ml എന്ന് പറയുന്ന കുപ്പിയുടെ ആ ഒരു വാല്യൂ സൈസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ വാട്ടർ ലോഗിലേക്ക് ഞാൻ ഓൾറെഡി അത് അസൈൻ ചെയ്യാണ്. ആ ഒരു ആക്ഷൻ ഞാൻ നേരെ അസൈൻ ചെയ്തു. ഇനി കോൾ മാ എന്ന ഓപ്ഷൻ ഞാൻ കോൾ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ്സിലുള്ള കുറച്ച് ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ആ ഒരു കോൾ ഓപ്ഷൻ അസൈൻ ചെയ്തു. നേരെ ആ ഒരു മെനുയുടെ താഴത്ത് ഇതേപോലെ ആക്ഷൻ ചെയ്തു. ഇനി ഒന്നും കൂടെ കോൾ കൊടുത്തു. ഫാദർ അല്ലെങ്കിൽ പപ്പ എന്ന് പറയുന്ന ആ ഒരു ആളുടെ താഴത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ താഴത്ത് അത് അസൈൻ ചെയ്തു. അടുത്താണ് ഷസാം എന്ന് പറയുന്നത്. ഞാൻ നേരെ ഷസാം എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ മ്യൂസിക് റെക്കഗ്നേഷൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു ലൈബ്രറി ഡയറക്റ്റായിട്ട് മ്യൂസിക് ഫൈൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതേപോലെ ഇറർ ഉണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ അത് നിർത്താനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരെ ഈ പറയുന്ന
ഷസാം എന്ന് പറയുന്ന മെനുയുടെ താഴത്ത് ആ ഒരു ആക്ഷൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡൺ കൊടുക്കാം. ഇവിടെ എൻ്റെ ആക്ഷൻ ബട്ടൺ എന്ന ഷോർട്ട് കട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ആക്ഷൻ ബട്ടണിലേക്ക് ഇത് നമുക്ക് ട്രിഗർ ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആക്ഷൻ ബട്ടൺ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷോർട്ട് കട്ട് എന്ന ഓപ്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് ഓപ്ഷനിലേക്ക് പോയി ചൂസ് എ ഷോർട്ട് കട്ട് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും ഇവിടെ കാണാൻ പറ്റും. ആക്ഷൻ ബട്ടൺ എന്നാണ് ആ ഒരു ഷോർട്ട് കട്ട് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ബട്ടൺ ഇപ്പോൾ അതിന് സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ആക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഷോർട്ട് കട്ട് ഇവിടെ പോപ്പാണ്ട് സൈലൻറ്റ് വാട്ടർ ലോക്ക് കോൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഷസാം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഷസാം ഇവിടെ നമുക്ക് പോപ്പായിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് ഈ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും, നടക്കാത്തത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്നുകൂടെ നമ്മൾ ട്രിഗർ ചെയ്തു. ഇവിടെ ഞാൻ ഈ ഒരു വാട്ടർ ലോഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അവിടെ ആ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഹെൽത്ത് ആപ്ലിക്കേഷനിലേക്ക് പോവാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ചില സാഹചര്യം നമുക്ക് ടൈം എടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും 150 ml ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡഡ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഫീൻ ഇൻടേക്കും വാട്ടർ ഇൻടേക്കും ആരെങ്കിലും വിളിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഈസി ആയിട്ട് വിളിക്കാനും ഈ ഒരു ആക്ഷൻ ബട്ടൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കുറേയധികം പഠിച്ചു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ആക്ഷൻ ബട്ടൺ ഇവിടെ ലിമിറ്റ് ആയിട്ടുള്ള ഇനിയും ലിമിറ്റ്ലെസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആയ കാര്യം എന്താണ് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്വീക്ക് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ആയ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളെ എന്തായാലും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. This is Yebin Sevia signing from Evika.